കെപിസിസി അധ്യക്ഷനെ കണ്ടെത്താൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. തുടർ ചർച്ചകൾക്കായി ദീപ ദാസ് മുൻഷി കേരളത്തിലെത്തും. ജോസഫ് വാഴക്കിന്റെ പേരാണ് ഐ ഗ്രൂപ്പിൽ നിന്ന് ചർച്ചയിലുള്ളത്. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ആന്റണി തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. എത്രയും വേഗം കെപിസിസി അധ്യക്ഷനെ പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നാണ് പൊതുവികാരമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേൾക്കാം. ഇന്ന് അത്തരമൊരു ചർച്ചകളുടെ അവസരം ഇല്ലായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കേരളത്തിൽ PCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. അത് പ്രവർത്തകരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു. അല്ലാണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. പേരുകളിലേക്ക് പോയി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയില്ല. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. നോബൽ, ഗുഡ് ഈവനിംഗ്. വലിയ ചർച്ചകൾ നടക്കുകയാണ്. നോബൽ, വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ നടക്കുന്നുണ്ട്. അവനവന് വേണ്ടിയും അവനവന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം എത്രയും വേഗം എന്ന കാര്യത്തിൽ ഒറ്റ അഭിപ്രായമാണ് നോബൽ. ഗുഡ് ഈവനിംഗ് മാധു. കേരളത്തിലെ KPC അധ്യക്ഷന്റെ കാര്യത്തിൽ എത്രയും വേഗം അധ്യക്ഷൻ വേണം എന്ന ഒറ്റ അഭിപ്രായം എല്ലാവർക്കും ഉണ്ടെങ്കിലും പക്ഷേ പേരുകളുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു അഭിപ്രായം ഐക്യം എന്താണെങ്കിലും നിലവിൽ കോൺഗ്രസിനകത്ത് ഇല്ല എന്ന യാഥാർത്ഥ്യമാണ്. പല നേതാക്കളും പല ആളുകളുടെ പേരുകളാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. അത് തന്നെയാണ് നിലവിലത്തെ ഈ പറഞ്ഞ നീണ്ടുപോകലിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വേണം വിലയിരുത്താൻ. ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തി അതിവേഗം പ്രഖ്യാപിക്കാൻ ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കടുത്തേക്ക് നേരിട്ടും അല്ലാതെയൊക്കെ പല ആളുകളും KPC അധ്യക്ഷ സ്ഥാനത്ത് താല്പര്യം അറിയിച്ച് എത്തി. പല നേതാക്കൾ എത്തി. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ ചർച്ചകൾക്കൊടുവിൽ KPC അധ്യക്ഷ പ്രഖ്യാപിച്ചാൽ മതി തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡും എത്തിയത്. അതിന്റെ പ്രാഥമിക ചർച്ചകൾ എന്താണെങ്കിലും ഇപ്പോൾ വേഗത കൈവരിച്ചിട്ടുണ്ട്. ആ പ്രാഥമിക ചർച്ചകൾക്ക് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ എത്രയും വേഗം അധ്യക്ഷനെ പ്രഖ്യാപിക്കണം എന്നും ഒരു മുഴുവൻ സമയം അധ്യക്ഷൻ വേണമെന്ന ആവശ്യവും രമേശ് ചെന്നിത്തല ഉന്നയിച്ചു. സ്വാഭാവികമായി രമേശ് ചെന്നിത്തല ആരുടെ പേരായിരിക്കും പറയാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാരണം ജോസഫ് വാഴക്കൻ എക്കാലവും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ്. അത് മാത്രമല്ല നിലവിലത്തെ KPC അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിലത്തെ മത്സരത്തിൽ മുൻനിരയിൽ ജോസഫ് വാഴക്കൻ കൊണ്ടുതാനും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് രമേശ് ചെന്നിത്തല മുൻഗണന നൽകുന്നത്. പക്ഷേ മറ്റ് പല നേതാക്കളും മറ്റ് പല പേരുകളും പറയുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം ആന്റണി അടക്കമുള്ള MP മാരുടെ പേരുകൾ, ബെന്നി ബെഹനാൻ, ഒപ്പം മാത്യു കുഴൽനാടനെ പോലുള്ള MLA മാരുടെ പേരൊക്കെ സജീവമായി തന്നെ ചർച്ചയിലുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീപ ദാസ് മുൻഷി ഇപ്പോൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുൻ KPC അധ്യക്ഷന്മാർ അടക്കമുള്ള ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കും. അതിനുശേഷം ഓണത്തിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കും. അതിനുശേഷം ചർച്ചകൾ നടത്തി ഈ മാസം തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാനാണ് ഹൈക്കമാൻഡ് എന്താണെങ്കിലും ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫും ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗം പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കണം എന്ന ആവശ്യമാണ്. കാരണം മന്ത്രി പദവും KPC അധ്യക്ഷ പദവും പേരുകൾ ഒരുപാടാണ്. മാത്യു കുഴൽനാടിന്റെ പേരുണ്ട്, ജോസഫ് വാഴക്കിന്റെ പേരുണ്ട്. നമുക്കറിയാം ജോസഫ് വാഴക്കിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളൊക്കെ നടന്നതാണ്. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. ഓണം കഴിഞ്ഞാൽ KPCC അധ്യക്ഷനുണ്ടാകും എന്നതാണ് കേൾക്കുന്നത്.